നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ദിവസങ്ങൾക്ക് ശേഷം കാലവർഷം വീണ്ടും കനത്തതോടെ കല്ലാർകുട്ടി പാമ്പള അണക്കെട്ടുകൾ തുറന്നു. കല്ലാർകുട്ടി അണക്കെട്ടിന്റെ 5 ഷട്ടറുകളും തുറന്ന് വെള്ളം പുറത്തേക്കൊഴുക്കുന്നു. പെരിയാറിന്റെയും മുതിരപ്പുഴയുടെയും തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം. മാനദണ്ഡങ്ങൾ ലംഘിച്ച കാഞ്ചിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ജൂനിയർ ഡോക്ടറെ മെഡിക്കൽ ഓഫീസറാക്കാൻ ഉത്തരവ്. ജൂനിയർ ഡോക്ടറിന് ചുമതല കൈമാറിയത് മറ്റ് ആശുപത്രികളിൽ മെഡിക്കൽ ഓഫീസറായി പ്രവർത്തിച്ച് പരിചയമുള്ള സീനിയർ ഡോക്ടർ ഈ ആശുപത്രിയിൽ ഉള്ളപ്പോൾ ഇതിൽ പ്രതിഷേധിച്ച് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി രംഗത്ത് വന്നതിനൊപ്പം പ്രമേയവും പാസാക്കി. ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിനെതിരെയുള്ള കോൺഗ്രസിന്റെ അഴിമതി ആരോപണം അടിസ്ഥാനരഹിതമെന്ന് ഭരണസമിതി. പഞ്ചായത്ത് സെക്രട്ടറിയുടെ ചുമതലയുള്ള അസിസ്റ്റന്റ് സെക്രട്ടറി വ്യാപകമായി ക്രമക്കേടും അഴിമതിയും ഭരണസമിതി അറിയാതെ നടത്തിയിരുന്നു. ഇത് കണ്ടെത്തിയതോടെ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് പഞ്ചായത്തിന്റെ ലെറ്റർ പാഡിൽ പരാതി നൽകിയതായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. കാഞ്ചിയാർ മുരിക്കാട്ടുകുടി തുളസിപ്പടി മേഖലയിലെ വനാതിർത്തിയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി കാട്ടാനക്കൂട്ടം. നിരവധി കർഷകരുടെ കൃഷിയിടങ്ങളിൽ എത്തിയ ആനക്കൂട്ടം വരുത്തിയത് വ്യാപക കൃഷിനാശം. വിശദമായ വാർത്തകളിലേക്ക്. ദിവസങ്ങൾക്ക് ശേഷം കാലവർഷം വീണ്ടും കനത്തതോടെ കല്ലാർകുട്ടി പാമ്പള അണക്കെട്ടുകൾ തുറന്നു. കല്ലാർകുട്ടി അണക്കെട്ടിന്റെ 5 ഷട്ടറുകളും തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. പെരിയാറിന്റെയും മുതിരപ്പുഴയുടെയും തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. ദിവസങ്ങൾക്ക് ശേഷം ജില്ലയിൽ വീണ്ടും കാലവർഷം ശക്തി ആർജിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ജില്ലയിൽ ഒട്ടുമിക്കയിടങ്ങളിലും കനത്ത മഴ പെയ്തു. പുഴകളിലും കൈത്തോടുകളിലും നീരൊഴുക്ക് വർദ്ധിക്കുകയും ജലനിരപ്പ് ഉയരുകയും ചെയ്തു. ജലനിരപ്പ് സംഭരണശേഷിയുടെ പരമാവധി എത്തിയതോടെ കല്ലാർകുട്ടി പാമ്പള അണക്കെട്ടുകൾ തുറന്നു. കല്ലാർകുട്ടി അണക്കെട്ടിന്റെ 5 ഷട്ടറുകളും തുറന്ന വെള്ളം പുറത്തേക്കൊഴുക്കുന്നുണ്ട്. പെരിയാറിന്റെയും മുതിരപ്പുഴയുടെയും തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകി. മാട്ടുപ്പെട്ടി, കുണ്ടള, പൊന്മുടി തുടങ്ങി ജില്ലയിലെ മറ്റ് അണക്കെട്ടുകളിലേക്കും ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിച്ചിട്ടുണ്ട്. ശക്തമായ മഴയെ തുടർന്ന് റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീട്ടുമുറ്റത്തേക്ക് പതിച്ചു. കാഞ്ചിയാർ നെരിയമ്പാറ കണ്ടത്തിങ്കൽ ജിനു ജോർജിന്റെ വീട്ടുമുറ്റത്തേക്കാണ് റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത്. രാത്രി 12:30യോടെയാണ് സംഭവം. മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി ഡിവൈഡർ വെച്ചിട്ടും കോൺക്രീറ്റ് ചെയ്യാത്തതാണ് സംരക്ഷണ ഭിത്തി ഇടിയാൻ കാരണം. കഴിഞ്ഞ ദിവസം രാത്രി 12:30യോടെയാണ് കാഞ്ചിയാർ നരിയമ്പാറ കണ്ടത്തിങ്കൽ ജിനു ജോർജിന്റെ വീട്ടുമുറ്റത്തേക്ക് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത്. സംഭവ സമയം ജിനുവും കുടുംബവും വീട്ടിലുണ്ടായിരുന്നു. ശബ്ദം കേട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് സംഭവം അറിഞ്ഞത്. തുടർന്ന് പോലീസിലും ഫയർഫോഴ്സിലും വിവരം അറിയിച്ചു. മഴ ശക്തമായതിനാൽ വീണ്ടും കൽക്കെട്ടിടിയാനുള്ള സാധ്യതയുള്ളതിനാൽ മറ്റൊരു വീട്ടിലേക്ക് മാറിയതായി കുടുംബം പറഞ്ഞു. ഡിവൈഡറിനുള്ള ഹോള് എടുത്തിട്ടുണ്ടെന്ന്, ആ ഹോള് കോൺക്രീറ്റ് ചെയ്തില്ല. ആ കോൺക്രീറ്റ് ചെയ്യാനുള്ള വഴി കൂടെ വെള്ളത്തിലേക്ക് വീഴുകയും കുറച്ച് കഴിയുമ്പോഴത്തേന് ശബ്ദം കേട്ട് ഞങ്ങൾ വീടിന് പോയി. പിന്നെ കട്ടപ്പന സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയാം. അവർ വന്നു രാത്രി തന്നെ. ഇത് കിട്ടിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാധനങ്ങൾ കൊണ്ട് വെച്ചിട്ടുണ്ട്. ചെയ്തുതരാമെന്ന് പറയുന്നു. കൽക്കെട്ട് ഇടിഞ്ഞതോടെ റോഡും അപകടാവസ്ഥയിലാണ്. 15 ദിവസം മുമ്പ് റോഡിന്റെ വശങ്ങളിൽ ക്രാഷ് ബാരിയറുകൾ നിർമ്മിച്ചിരുന്നു. ഇതിന്റെ തൂണുകൾ കോൺക്രീറ്റ് ഉപയോഗിച്ച് ഉറപ്പിച്ചിരുന്നില്ല. ഈ ഭാഗത്തുകൂടി വെള്ളം ഇറങ്ങിയതാണ് കൽക്കെട്ട് ഇടിയാൻ കാരണം. സംഭവസ്ഥലം പഞ്ചായത്ത് അധികൃതരും സന്ദർശിച്ചു. മലയോര ഹൈവേ നിർമ്മാണത്തിൽ നിരുത്തരവാദപരമായ സമീപനമാണ് കരാറുകാർ സ്വീകരിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ ആരോപിച്ചു. കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അപാകതകളാണ് ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇപ്പോൾ നരിയമ്പാറ ഭാഗത്ത് ഒരു വീട്ടിലേക്ക് ഇറങ്ങുന്ന വഴി കഴിഞ്ഞ 1 വർഷക്കാലമായി നിർമ്മിച്ചു തരാം, ഇന്നാകട്ടെ നാളെയാട്ടെ എന്ന് പറഞ്ഞിരിക്കുകയും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അപാകത മൂലം ഇന്നലെ രാത്രി 12 മണിയോടുകൂടി ആ ഭാഗം ഇടിഞ്ഞു പോയിരിക്കുകയാണ്. എന്തായാലും ദൈവഗുരുത്വം കൊണ്ട് മാത്രമാണ് ആ വീടിന് അല്ലെങ്കിൽ ആ വീട്ടിലുള്ള ആളുകൾക്ക് ഒരു അപകടം സംഭവിക്കായിരുന്നു. അടിയന്തരമായി ഇത് ഇടപെട്ടുകൊണ്ട് അവരെ നമ്മുടെ ഏഷ്യയും അതുപോലെ തന്നെ നിർമ്മാണത്തിലിരിക്കുന്ന എഞ്ചിനീയർമാരെല്ലാം വിവരം അറിയിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഈ അപകടനില മാറ്റുകയും അതുപോലെ തന്നെ ഇവർക്ക് റോഡിലേക്ക് സുഗമമായി കടന്നു വരുന്നുള്ള വഴി നിർമ്മിച്ചു നൽകുന്നതാണ് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാം ആവശ്യം. മഴ ശക്തമാകുന്നതിനാൽ ഇവിടെ ഏതു നിമിഷവും കൽക്കെട്ട് ഇടിയുന്നതിനും മണ്ണിടിയുന്നതിനും സാധ്യത ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ കാറ്റിൽ കട്ടപ്പന പുളിയൻമലയിൽ വൻ കൃഷിനാശം. അമ്പലമേട് ചുരക്കകത്ത് ലതിക ഉണ്ണികൃഷ്ണന്റെ 2 ഏക്കർ സ്ഥലത്തെ ഏലകൃഷി നശിച്ചു. മൺസൂണിന്റെ ആരംഭത്തിലുണ്ടായ ശക്തമായ കാറ്റിലാണ് വ്യാപക കൃഷിനാശമുണ്ടായത്. പുളിയൻമല അമ്പലമേട ചിറയ്ക്കകത്ത് ലതിക ഉണ്ണികൃഷ്ണന്റെ 2 ഏക്കർ സ്ഥലത്തെ ഏലച്ചെടികൾ പൂർണ്ണമായി നശിച്ചു. ഏകദേശം 1000-ഓളം ഏലച്ചെടികളാണ് ശക്തമായ കാറ്റിൽ ഒടിഞ്ഞു വീണത്. 45 ദിവസം കഴിഞ്ഞ് കായെടുക്കാറായ ചെടികളാണ് നശിച്ചത്. ഇതോടെ ഭീമമായ നഷ്ടമാണ് ഈ കർഷകയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. 26-ാം തീയതിയിലെ കാറ്റിന്
ഒടിഞ്ഞതാണ്. ഇത് മൊത്തം 2 ഏക്കറാണ്. വിളവെടുക്കാറായി കിടക്കുമായിരുന്നു. ഞങ്ങൾ വിളവെടുത്തിട്ട് ഒരു 35 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. പക്ഷേ വീണ്ടും രണ്ടാമത് കാ പറിച്ചെടുക്കുകയാണ്. അല്ലാതെ മൊത്തം പോവുകയുള്ളൂ, അഴുകിൽ കയറി പോവുകയുള്ളൂ. അപ്പം 2 ഏക്കർ ഫുള്ളായിട്ട് പോയി, കംപ്ലീറ്റ് പോയി. ഇനിയിപ്പോൾ ഈ നിൽക്കുന്ന കാ ഒടിച്ചെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ ജോലിക്കാരെ കൊണ്ട് ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിമ്പടിച്ച് കയറിയിട്ട് പറിച്ചു കൂട്ടി വെക്കാം, അതേ പറ്റുള്ളൂ. കംപ്ലീറ്റും പോയ കാരണം ഇനിയിപ്പം നിലവിലൊന്നും ചെയ്യാൻ പറ്റാത്ത മരുന്നൊന്നും അടിച്ചുവിടാൻ ഒന്ന് മാത്രമേ ഉള്ളൂ. ഏതാനും വർഷം മുമ്പ് ഭർത്താവ് മരിച്ചതോടെ ലതിക ഒറ്റയ്ക്കാണ് കൃഷി നോക്കി നടത്തുന്നത്. ആദ്യമായിട്ടാണ് മേഖലയിൽ ഇത്തരത്തിൽ നാശം വിതച്ച കാറ്റ് അനുഭവപ്പെടുന്നത്. ഒടിഞ്ഞു വീണ ഏലച്ചെടികൾ ഇനി വെട്ടിനീക്കാനേ സാധിക്കുകയുള്ളൂ. തുടർന്ന് പുതിയ ചിമ്പ് കിളർത്ത് കായ് ലഭ്യത ഉണ്ടാകണമെങ്കിൽ ഇനി വർഷങ്ങൾ കാത്തിരിക്കണം. മൺസൂണിന്റെ ആരംഭത്തിൽ തന്നെ ജില്ലയിൽ വ്യാപക കൃഷിനാശമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 2024 വരൾച്ചയ്ക്ക് ശേഷം വലിയ പ്രയത്നത്തിനൊടുവിലാണ് കർഷകർ കൃഷികൾ മെച്ചപ്പെടുത്തിയെടുത്തത്. ഈ സാഹചര്യത്തിലാണ് ഇരട്ടടിയായി കാലവർഷം നാശം വിതയ്ക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ധനസഹായമടക്കം അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ജില്ലയിലെ ചെറുതും വലുതുമായ കർഷകർ വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കേണ്ടി വരും. ഇത് ജില്ലയിലെ സാമ്പത്തിക സ്ഥിതിയെ തന്നെ തകിടം മറിച്ചേക്കും. മാനദണ്ഡങ്ങൾ ലംഘിച്ച് കാഞ്ചാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ജൂനിയർ ഡോക്ടറെ മെഡിക്കൽ ഓഫീസറാക്കാൻ ഉത്തരവ്. മറ്റ് ആശുപത്രികളിൽ മെഡിക്കൽ ഓഫീസറായി പ്രവർത്തിച്ച് പരിചയമുള്ള സീനിയർ ഡോക്ടർ ഈ ആശുപത്രിയിലുള്ളപ്പോഴാണ് ജൂനിയർ ഡോക്ടറിന് ചുമതല കൈമാറിയത്. ഇതിൽ പ്രതിഷേധിച്ച് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി രംഗത്ത് വന്നതിനൊപ്പം പ്രമേയവും പാസാക്കി. മുൻപ് മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്ന കാഞ്ചാർ കുടുംബാരോഗ്യ കേന്ദ്രം ഇപ്പോൾ താറുമാറായി ചികിത്സ പോലും കാര്യക്ഷമമല്ലാതായി മാറിയിരിക്കുന്നു. ഇവിടുത്തെ മെഡിക്കൽ ഓഫീസർക്ക് പകരം 1 വർഷത്തിൽ താഴെ മാത്രം പ്രവർത്തന പരിചയമുള്ള ഡോക്ടർക്ക് ഈ ചുമതല കൈമാറുകയായിരുന്നു. 1 പതിറ്റാണ്ടത്തെ പ്രവർത്തന പരിചയമുള്ള ഡോക്ടർ ഇവിടെയുള്ളപ്പോഴാണ് ഈ നടപടി. സംഘടനാ നേതാവിന്റെ ഇടപെടലാണ് ഇതിന് കാരണമെന്നാണ് ആക്ഷേപമുയരുന്നത്. ഈ ഡോക്ടർ സംഘടനയിൽ അംഗമല്ലാത്തതിനാലാണ് മെഡിക്കൽ ഓഫീസർ ചുമതല നൽകാത്തതെന്ന പരാതിയും ശക്തമാണ്. സീനിയർ ഡോക്ടറുടെ സേവനം ലഭിക്കുമെന്നിരിക്കെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി ജൂനിയർ ഡോക്ടറെ മെഡിക്കൽ ഓഫീസറാക്കിയ നടപടിക്കെതിരെ പഞ്ചായത്ത് പ്രമേയം പാസാക്കി. കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ സീനിയർ ഡോക്ടറെ മെഡിക്കൽ ഓഫീസറാക്കണമെന്നും ആശുപത്രിയിലുള്ള ഒഴിവുകൾ നികത്തണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രമേയം. 15 അംഗങ്ങൾ പങ്കെടുത്ത കമ്മിറ്റിയിൽ ഐക്യകണ്ഠേനയാണ് പ്രമേയം പാസാക്കിയത്. സീനിയർ ഡോക്ടർ അവിടെ ആശുപത്രിയിൽ വർഷങ്ങളായി ഇരിക്കെ ഡ്യൂട്ടിയിൽ കയറി 6 മാസം പോലും ആകാത്ത സീനിയർ ഒരു ജൂനിയർ ഡോക്ടറെയാണ് അവിടെ മെഡിക്കൽ ഓഫീസറായി നിയമിച്ചിരിക്കുന്നത്. അത് ആരോഗ്യ കേന്ദ്രത്തിൻ്റെ നടത്തിപ്പിനെ വളരെ മോശകരമായി ബാധിക്കും എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണെന്നിരിക്കെ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി കഴിഞ്ഞ ദിവസം കൂടിയ മീറ്റിങ്ങിൽ പുതിയ ടിജു എന്ന് പറയുന്ന ഒരു ഡോക്ടർ സീനിയർ ഡോക്ടറെ മെഡിക്കൽ ഓഫീസറായി നിയമിക്കണമെന്നുള്ള പ്രമേയം ഐക്യകണ്ഠേന പാസാക്കി ഇന്ന് മെഡിക്കൽ ഓഫീസർക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യത്തിൽ നടപടിയുണ്ടായി അവിടെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടിയിൽ കളക്ടറുടെ ഭാഗത്തുനിന്നും DMOയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. വിഷയത്തിൽ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി DMOയെയും കണ്ടു. ഈ സാമ്പത്തിക വർഷം 35 ലക്ഷം രൂപയുടെ പദ്ധതികളാണ് പഞ്ചായത്തിലുള്ളത്. അത് നടപ്പിലാക്കാൻ പ്രവൃത്തി പരിചയമുള്ള മെഡിക്കൽ ഓഫീസറുടെ സേവനം ആവശ്യമാണ്. ആശുപത്രി 2 ഡോക്ടർമാരുടെയും ഫാർമസിസ്റ്റ്, സ്റ്റാഫ്, നഴ്സ് എന്നിവരുടെ ഓരോ ഒഴിവുകളുമുണ്ട്. അത് നികത്തണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രമേയം പാസാക്കിയിരിക്കുന്നത്. ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിനെതിരെയുള്ള കോൺഗ്രസിന്റെ അഴിമതി ആരോപണം അടിസ്ഥാനരഹിതമെന്ന് ഭരണസമിതി. പഞ്ചായത്ത് സെക്രട്ടറിയുടെ ചുമതലയുള്ള അസിസ്റ്റന്റ് സെക്രട്ടറി വ്യാപകമായി ക്രമക്കേടും അഴിമതിയും ഭരണസമിതി അറിയാതെ നടത്തിയിരുന്നു. ഇത് കണ്ടെത്തിയതോടെ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് പഞ്ചായത്തിന്റെ ലെറ്റർ പാഡിൽ പരാതി നൽകിയതായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NM ശ്രീകുമാർ പറഞ്ഞു. പഞ്ചായത്തിലെ മുൻ സെക്രട്ടറി മധുസൂദനൻ ഉണ്ണിത്താനെ സസ്പെൻഡ് ചെയ്തതിനു ശേഷം അസിസ്റ്റന്റ് സെക്രട്ടറിയായിരുന്ന ധനേഷ് ഖാന് സെക്രട്ടറിയുടെ അധിക ചുമതല നൽകിയിരുന്നു. പഞ്ചായത്തിന്റെ പദ്ധതി അനുസരിച്ച് വാങ്ങിയവയ്ക്ക് ഈ ടെൻഡർ സ്വീകരിച്ചിരുന്നില്ല. 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പദ്ധതികൾക്ക് പോലും കൊട്ടേഷനായിരുന്നു ക്ഷണിച്ചത്. ലഭിച്ച കൊട്ടേഷൻ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വയ്ക്കുകയോ അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ല. സോളാർ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കൽ, മിനി ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കൽ എന്നിവയ്ക്കായി വാങ്ങിയത് നിലവാരം കുറഞ്ഞ ഉപകരണങ്ങളാണ്. മാത്രവുമല്ല 500 രൂപ അധിക നിരക്കിലുമാണ് സാധനങ്ങൾ വാങ്ങിയത്. ഇത്തരത്തിൽ ഇയാൾ നടത്തിയ അഴിമതി അക്കമിട്ട് നിരത്തി പദ്ധതിയുടെ പട്ടിക സഹിതം പരാതി നൽകിയിരുന്നു. ഇതിന്മേൽ നടപടി ഉണ്ടാകുമെന്നിരിക്കെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണ് കോൺഗ്രസ് സമരവുമായി രംഗത്തെത്തിയതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NM ശ്രീകുമാർ പറഞ്ഞു. കഴിഞ്ഞ വർഷം സെക്രട്ടറി നിർവഹണ ഉദ്യോഗസ്ഥനായി ചെയ്ത പ്രവൃത്തികളിൽ പ്രസിഡന്റ് എന്നുള്ള രീതിക്ക് എനിക്ക് തന്നെ ഒബ്ജക്ഷൻ ഉണ്ടായിട്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അതിന് DDPക്കും പട്ടിക വികസന വകുപ്പിനും JDക്കും എല്ലാം ഞാൻ തന്നെയാണ് ഒരു പരാതി എൻ്റെ ലെറ്റർ പാഡിൽ കൊടുത്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഒരു പുനരന്വേഷണം വേണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് ഒരു ഭരണസമിതി ആകുമ്പോൾ അവരങ്ങനെ പറയുന്നതായിരിക്കും. അവരിതിനു മുമ്പേ എനിക്കെതിരെ ആക്ഷേപങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. കൊളുക്കുമല ഫണ്ട് ഉപയോഗിച്ച് നമ്മളിവിടെ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ തുടങ്ങിയപ്പോഴും അവരിതുപോലെ ഇതിൽ 1 കോടി രൂപയുടെ അഴിമതിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്
അവർ എനിക്കെതിരെ പ്രക്ഷോഭം ഉണ്ടാക്കുകയും അത് കഴിഞ്ഞ് എൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കി ഇപ്പോൾ ആ ലൈറ്റ് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥ സ്ഥിതി ആ ഏജൻസിക്ക് ഇപ്പോൾ പോലും നമ്മൾ ₹1 പോലും അതിന് നമ്മൾ കരാറുകാർക്ക് കൊടുത്തിട്ടില്ല. അവരുടെ ആ പണികൾ പൂർത്തിയായ മുറയ്ക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവരത് ഇലക്ഷൻ തന്ത്രം ഉപയോഗിച്ച് പറയുന്നൊരു തന്ത്രമായിട്ട് മാത്രമേ എനിക്കതിനെ കാണാൻ കഴിയുന്നുള്ളൂ. കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് ഒരു വികസന പ്രവർത്തനവും നടത്താതിരുന്ന സ്ഥാനത്ത് LDF എത്തിയപ്പോൾ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകിയത്. ഇത് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ച രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്ന കോൺഗ്രസിനെ ജനം തിരിച്ചറിയണമെന്നും ശ്രീകുമാർ പറഞ്ഞു. കാഞ്ചാർ മുരിക്കാട്ടുകുടി തുളസിപ്പടി മേഖലയിലെ വനാതിർത്തിയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. നിരവധി കർഷകരുടെ കൃഷിയിടങ്ങളിലെത്തിയ ആനക്കൂട്ടം വ്യാപക കൃഷിനാശമാണ് വരുത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി 8 മുതൽ മുരിക്കാട്ടുകുടി ട്രെഞ്ചിന് സമീപത്തെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ നാട്ടുകാർ പടക്കം പൊട്ടിച്ചും ബഹളം വെച്ചും ഓടിച്ച് വനാതിർത്തിയിലെ ചപ്പാത്ത് കടത്തി കാട്ടിലേക്ക് വിട്ടിരുന്നു. എന്നാൽ ഈ ആനകൾ രാത്രി 11 മണിയോടെ സമീപത്തെ മറ്റൊരു മേഖലയായ തുളസിപ്പടിയിലേക്ക് കടന്നു. 2 പിടിയാനകളും ഒരു കുട്ടിയാനയുമാണ് ഉണ്ടായിരുന്നത്. ഇവ രാത്രി മുഴുവൻ ഈ പ്രദേശം ആകെ നാശം വിതച്ചു. ഏലത്തോട്ടങ്ങളിൽ കടന്ന കാട്ടാനകൾ വ്യാപക കൃഷിനാശമാണ് വരുത്തിയിരിക്കുന്നത്. പുലർച്ചെ 4 മണിക്ക് ശേഷമാണ് കാട്ടാനകൾ തിരികെ വനത്തിലേക്ക് കയറിയത്. പ്രദേശവാസികളായ പലരും രാവിലെ ജോലിക്കായി പോകുന്ന റോഡിലും ആനകൾ പുലർച്ചെ നിലയുറപ്പിച്ചിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പുലർച്ചെ തന്നെ സ്ഥലത്തെത്തി. തുടർന്നാണ് ആനകളെ കാട്ടിലേക്ക് തുരത്തിയത്. ലക്ഷങ്ങൾ കടം വാങ്ങിയും അല്ലാതെയും വൻ തുക മുടക്കി ഏലം കൃഷി നടത്തിയ പലരും ഇതോടെ പ്രതിസന്ധിയിലായതായി കർഷകർ പറഞ്ഞു. എൻ്റെ ഇത് 1 ഏക്കർ സ്ഥലമാണ്. അതിനകത്ത് 550 ചെടിയാണുള്ളത്. അതിൻ്റെ അകത്ത് ഒരു 300 ചെടി ഇത് കളഞ്ഞു, ആന കളഞ്ഞ് ചെടി ഏലം ചവിട്ടി കളഞ്ഞു. അതാണ് റോസ്റ്റക്കൊല ഒരു 60 എണ്ണം റോസ്റ്റക്കൊല, അത് ഭയങ്കരമായ കൊല അതും കളഞ്ഞു. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ലോൺ എടുത്താണ്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് ഞങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. ഇത് പാട്ടത്തിനെടുത്ത സ്ഥലമാണ്. എനിക്ക് പാട്ട പൈസ കൊടുക്കണം വർഷം. ഇല്ലെങ്കിൽ അവൻ ഇറങ്ങിപ്പോടാന്ന് പറയും, അതിന് ഇറങ്ങിപ്പോകണം. ലക്ഷങ്ങൾ കടം വാങ്ങി കൃഷി ഇറക്കുന്ന തങ്ങളെപ്പോലുള്ളവർ ഇത്തരം സന്ദർഭങ്ങളിൽ കൃഷി ഉപേക്ഷിച്ച് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലാണെന്നും കർഷകർ പറയുന്നു. 15 ദിവസം മുമ്പ് ആന വന്നിരുന്നു. അന്നേരം അധികം നഷ്ടം വന്നില്ല. ഈ പ്രാവശ്യം അമിതമായ നഷ്ടമാണ് വന്നത്. നല്ല കാഴ്ച നിൽക്കുന്ന ചെടിയൊക്കെ 10-250 ചെടി എൻ്റെ പറമ്പ് ഇവിടെ തന്നെ പോയി കിടക്കുന്നു. അതായി എടുക്കേണ്ട ചെടിയാണ്. അത് എടുക്കുന്നതിന് മുമ്പ് അത് പോയി നിലം പരിശായിപ്പം. മുരിക്കാട്ടുകുടി ട്രെഞ്ചിന് സമീപത്തെ കിടങ്ങുകൾ ആഴത്തിൽ കുഴിക്കാത്തതിനാലാണ് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ പരാതി. മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷാ ചുമതല കേന്ദ്ര അതോറിറ്റിയുടെ കീഴിലാക്കിയ കേന്ദ്ര സർക്കാർ ഉത്തരവിനെ സ്വാഗതം ചെയ്യുന്നതായി മുല്ലപ്പെരിയാർ സമരസമിതി. സുരക്ഷാ പരിശോധന അടിയന്തരമായി നടത്തണമെന്ന നിർദ്ദേശം തീരദേശവാസികൾക്കും കേരളത്തിലെ 5 ജില്ലകൾക്കും ആശ്വാസകരവും പ്രതീക്ഷ നൽകുന്നതുമാണെന്ന് സമരസമിതി ചെയർമാൻ ഷാജി പി ജോസഫ് പറഞ്ഞു. മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിയെ നിലവിലുള്ള സമിതിയെ പിരിച്ചുവിട്ടുകൊണ്ട് കേന്ദ്ര മധ്യസ്ഥതയിലുള്ള പുതിയൊരു സമിതി, കേന്ദ്ര സമിതിയുടെ കീഴിലേക്ക് മുല്ലപ്പെരിയാറിന്റെ ഏകോപനം എത്തിയതിൽ തീരദേശത്തുള്ള ജനങ്ങൾ, 5 ജില്ലകളിലെ ജനങ്ങളും വളരെ ആശ്വാസകരം നൽകുന്ന നടപടിയാണ്. അവർക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു സാഹചര്യമാണ്. മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2014 ഉണ്ടായ ആ അപകടം മുന്നിൽ കണ്ടുകൊണ്ട് 2014 വിധിയിൽ നമുക്ക് സംഭവിച്ച ചില തെറ്റുകളും ചില കുറ്റങ്ങളുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അപകടസഞ്ചാരിയെ പോലെ ആകാതെ കൃത്യമായി വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ട ഒരു സാഹചര്യം നമുക്ക് തുറന്നു വന്നിരിക്കുകയാണ്. ഇപ്പോൾ 2022 ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസഫ് കൊടുത്ത കേസിലും അദ്ദേഹം നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിന് അനുകൂലമായി ഒരു സമിതി അംഗത്തെ കൂടി, എക്സ്പേർട്ടഡ് ആയിട്ടുള്ള ഡാമുകളെ കുറിച്ച് പഠനം നടത്തുന്ന അല്ലെങ്കിൽ ഡാമിനെ കുറിച്ച് കാര്യങ്ങൾ അറിയാവുന്ന ഒരു എക്സ്പേർട്ടിനെ കൂടി ഇതിന്റെ ഭാഗമാക്കാമെന്നുള്ള ഒരു ഉത്തരവ് കൂടി ഇന്നലെ വന്നിരിക്കുന്ന ആ ഓർഡറിലുണ്ട്. എന്തായാലും കേരളത്തിന് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മുൻപുണ്ടായിരുന്ന മേൽനോട്ട സമിതി ഏകപക്ഷീയമായി തമിഴ്നാടിന്റെ നിലപാടുകൾ മാത്രം സ്വീകരിക്കുകയും കേരളത്തിന്റെ വാദങ്ങളെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കേരളത്തിന് തുറന്നു കിട്ടിയിരിക്കുന്ന ഈ സാഹചര്യത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ ബഹുമാനപ്പെട്ട ഗവൺമെന്റ് ഈ വിഷയത്തിൽ ഗൗരവമായി തന്നെ ഈ വിഷയത്തെ കാണണമെന്നുള്ള ഒരു അഭിപ്രായം തീരദേശവാസികൾ മുല്ലപ്പെരിയാർ സമരസമിതി മുന്നോട്ട് വയ്ക്കുകയാണ്. അടിമാലിയിൽ ക്യാൻസർ ബാധിതയിൽ നിന്ന് പണം കവർന്ന സംഭവത്തിൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതിയെക്കുറിച്ച് യാതൊരു സൂചനയുമില്ലാതെ പോലീസ്. കഴിഞ്ഞ ദിവസമായിരുന്നു അടിമാലി സ്വദേശി ഉഷ സന്തോഷിന്റെ വീട്ടിൽ നിന്ന് പണം മോഷണം പോകുന്നത്. കീമോതെറാപ്പിക്ക് ശേഷം വിശ്രമത്തിലായിരുന്ന ഉഷയുടെ വായിൽ തുണി തിരുകി കയറ്റി കട്ടിലിൽ കെട്ടിയിട്ട ശേഷമായിരുന്നു കവർച്ച നടത്തിയത്.
അടിമാലിയിൽ അർബുദബാധിതയായ വീട്ടമ്മയെ കെട്ടിയിട്ട് പണം കവർന്ന കേസിൽ പോലീസിന് ഇനിയും പ്രതിയെ കണ്ടെത്താനായിട്ടില്ല. കേസിൽ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘത്തെ പോലീസ് നിയോഗിച്ചിരുന്നു. ഇടുക്കി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 10 അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഉഷിയുടെ വീട്ടിൽ നിന്ന് പണം മോഷണം പോകുന്നത്. കീമോതെറാപ്പിക്ക് ശേഷം വിശ്രമത്തിലായിരുന്ന ഉഷിയുടെ വായിൽ തുണി തിരികെ കയറ്റി കട്ടിലിൽ കെട്ടിയിട്ട ശേഷമായിരുന്നു കവർച്ച നടത്തിയത്. രാവിലെ ഉഷിയുടെ ഭർത്താവും മകളും പുറത്തുപോയ ശേഷമായിരുന്നു അജ്ഞാതൻ വീട്ടിനുള്ളിൽ കയറി ഉഷിയെ കെട്ടിയിട്ട് 16,500 രൂപ കവർന്നത്. ചികിത്സയ്ക്കായി സുമനസുകൾ സമാഹരിച്ച തുകയാണ് മോഷണം പോയത്. പിന്നീട് അയൽവാസികൾ എത്തിയപ്പോഴാണ് സംഭവം പുറംലോകമറിഞ്ഞത്. പോലീസ് CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും യാതൊരു തുമ്പും ഉണ്ടായില്ലെന്നാണ് വിവരം. കട്ടപ്പന നഗരസഭ 21-ാം വാർഡിൽ ഹരിതകർമ്മസേന യഥാസമയം മാലിന്യം നീക്കുന്നില്ലെന്നും യൂസർ ഫീ ഇനത്തിൽ കൂടുതൽ തുക കൈപ്പറ്റുന്നതായും പരാതി. സംഭവത്തിൽ കട്ടപ്പന 20 ഏക്കറിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഉപ്പുതറ വേലിക്കകത്ത് ഷിനു ഫിലിപ്പ് നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി. 5 മാസത്തിലൊരിക്കലാണ് വീടുകളിൽ നിന്ന് മാലിന്യം നീക്കുന്നത്. കൂടാതെ മുൻ മാസങ്ങളിലെ യൂസർ ഫീ ഒറ്റത്തവണയായി കൈപ്പറ്റുകയും ചെയ്യുന്നു. പണം നൽകാത്തവരെ സേനാ അംഗങ്ങൾ ഭീഷണിപ്പെടുത്തുന്നതായും പരാതിയിൽ പറയുന്നുണ്ട്. പല വീടുകളിൽ നിന്നും 5 മാസമായി മാലിന്യം ശേഖരിച്ചിട്ടില്ല. പ്രതിമാസം 50 രൂപ നിരക്കിൽ 600 രൂപ കൈപ്പറ്റേണ്ടതിനു പകരം ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച കുടിശ്ശികയാണെന്ന് പറഞ്ഞ 600 രൂപ ഒറ്റത്തവണയായി വാങ്ങുന്നു. എന്നാൽ യൂസർ ഫീ കളക്ഷൻ ബുക്കിൽ 50 രൂപ എന്ന് മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു വർഷം 1150 രൂപ നൽകിയവരുമുണ്ട്. കൂടാതെ വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് കളക്ഷൻ ബുക്ക് നൽകാതെ തുക കൈപ്പറ്റുന്നതായും പരാതിയിൽ പറയുന്നു. ഞാൻ അതിൻ്റെ അകത്ത് കുറെ ആൾക്കാർ സൈൻ ചെയ്തിട്ടുണ്ട്. നാട്ടുകാരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഇവർ ഹരിതകർമ്മസേനയുടെ ആൾക്കാർ അവിടെ ഫലപ്രദമായിട്ട് അവിടെ കൈകാര്യം ചെയ്യുന്നില്ല. അവർ വരിക, അവർ പ്ലാസ്റ്റിക്, അതായത് 3, 4, 5 മാസം കൂടെ കടന്നു വന്നിട്ട് ഈ വരാത്ത മാസത്തെ പൈസ മുൻകൂട്ടി ഇവർ ചോദിക്കുകയാണ്. അവർ വരാത്ത മാസത്തെ പൈസ ചോദിക്കുമ്പോൾ സാധാരണക്കാരായ അവിടുത്തെ സാധാരണ തൊഴിലാളികൾക്ക് പൈസ കൊടുക്കാൻ ഇല്ലാത്ത മൂലം അവരുടെ ഒന്നും ഇത് എടുക്കുന്നില്ല, അവരുടെ ഒന്നും മാലിന്യങ്ങൾ എടുക്കുന്നില്ല. എന്റെ വീട്ടിൽ തന്നെ 5 മാസമായിട്ട് ഒരേ രീതിയിൽ മാലിന്യങ്ങൾ ഇരിക്കുകയാണ്. അതിൽ 13 കുടുംബങ്ങൾ അതിൽ ഒപ്പിട്ടിട്ടുണ്ട്. വെറും 1 മണിക്കൂർ കൊണ്ട് ഒപ്പിട്ടതാണ്. അവിടെ ഇറങ്ങിച്ചെന്ന് അവിടെ ആ വാർഡ് മുഴുവൻ താളം ഞാൻ കറക്റ്റായിട്ട് അവിടുത്തെ വാർഡ് കൗൺസിലറെ ഞാൻ 2 പ്രാവശ്യം ഫോൺ വഴി ബന്ധപ്പെട്ടാണ്. അവരുടെ ഭാഗത്തുനിന്ന് ഒരു നിരുത്തരവാദപരമായ നടപടികളാണ് ഉണ്ടായിരിക്കുന്നത്. അവരൊരു ഗ്യാങ് ആണ്. അതിനുശേഷം അവരെ 3 പ്രാവശ്യം ഞാൻ അവരെ വിളിച്ചതിന് ശേഷം ഇവിടുത്തെ മുനിസിപ്പൽ സെക്രട്ടറിക്ക് ഞാനിത് പരാതി കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 30-ാം തീയതി ഞാൻ കൊടുത്ത പരാതിയാണ്. ഇതുവരെ ഒരു നടപടി എന്റെ പേരിലാണ്. ഞാൻ ഇന്ന് മിനിയാന്ന് നടക്കാരെ വിളിച്ചു ചോദിച്ചു. ഇതുവരെ ഒരു പരാതിയും ഒരു പരിഹാരം എന്റെ പേരിലുണ്ട്. അപ്പൊ 6-ാമത്തെ മാസമായിട്ട് എന്റെ വീട്ടിൽ നിന്ന് എടുത്തിട്ടില്ല. ഇതേപോലെയാണ് ആ വാർഡിലുള്ള എല്ലാ സ്ഥലങ്ങളിലും എല്ലാ വീടുകളിലും. ഞാൻ ജസ്റ്റ് ഉണ്ടായിരുന്ന 13 കുടുംബങ്ങളുടെ അവിടെ നിന്ന് ഇറങ്ങി അന്വേഷിച്ചാൽ എല്ലായിടത്തും അവസ്ഥ ഇതാണ്. വളരെ ശോചനീയമാണ്. ഒരാളും ഞാൻ മുനിസിപ്പൽ സെക്രട്ടറി അടക്കം പരാതി കൊടുത്തിട്ടും ഒരു പരിഹാരം ഉണ്ടാകാത്തതുകൊണ്ടാണ് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ ഒരു പരിഹാരം തേടിയാണ് ഞാൻ എത്തിയിരിക്കുന്നത്. വിവരം വാർഡ് കൗൺസിലറെ അറിയിച്ചെങ്കിലും നടപടിയുണ്ടായില്ല. നഗരസഭാ സെക്രട്ടറിക്ക് നൽകിയ പരാതി അവഗണിച്ചതായും ഹരിതകർമ്മ സേനക്കാർക്ക് ഒത്താശ നൽകുന്നതായും പരാതിയിൽ ആരോപിച്ചിട്ടുണ്ട്. വിഷയത്തിൽ അടിയന്തര നടപടിയുണ്ടായില്ലെങ്കിൽ സമരം ആരംഭിക്കുമെന്നും നാട്ടുകാർ പറയുന്നു. വെള്ളത്തൂവൽ പഞ്ചായത്തിലെ 1-ാം വാർഡിൽ ഉൾപ്പെടുന്ന ആനവിരട്ടി പാടശേഖരത്തിന് സമീപത്തുകൂടി ഒഴുകുന്ന കൈത്തോട്ടിലെ വെള്ളം രാത്രികാലത്ത് അസഹനീയമായ ദുർഗന്ധത്തോടെ കലങ്ങി ഒഴുകുന്നതായി പരാതി. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രദേശത്ത് ഈ സംഭവം ആവർത്തിക്കപ്പെടുന്നുവെന്നാണ് പ്രദേശവാസികളുടെ പരാതി. പകൽ തോട്ടിലെ വെള്ളം തെളിഞ്ഞൊഴുകുന്നുവെങ്കിലും വെള്ളത്തിൽ പലയിടത്തും മാലിന്യം പോലുള്ള വസ്തുക്കൾ അടിഞ്ഞുകിടക്കുന്നുണ്ട്. വെള്ളത്തൂവൽ പഞ്ചായത്തിലെ 1-ാം വാർഡിൽ ഉൾപ്പെടുന്ന ആനവിരട്ടി പാടശേഖരത്തിന് സമീപം നിരവധിയായ കുടുംബങ്ങൾ താമസിച്ചു പോരുന്നുണ്ട്. ഈ കുടുംബങ്ങളെ പ്രതിസന്ധിയിലാക്കിയാണ് പാടശേഖരത്തിന് സമീപത്തുകൂടി ഒഴുകുന്ന കൈത്തോട്ടിലെ വെള്ളം രാത്രികാലത്ത് അസഹനീയമായ ദുർഗന്ധത്തോടെ കലങ്ങി ഒഴുകുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രദേശത്ത് ഈ സംഭവം ആവർത്തിക്കപ്പെടുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. അതിപ്പോ അവിടെ അപ്പുറം മുകളിലെ കൂമ്പമ്പാറ അവിടെ നിന്ന് തുടങ്ങി വരുന്ന വെള്ളം ഇതിലൂടെ വരുന്നതാണ്. അന്നേരം ഇപ്പം ഇത്രയും നാളായിട്ട് ഇതിനകത്തോടെ ഇങ്ങനെ കറുത്ത വെള്ളം അല്ലെങ്കിൽ കൊള്ളില്ലാത്ത വെള്ളം മഴക്കാലത്ത് അത് കലങ്ങി വന്നതല്ലാണ്ട് ഒരിക്കലും കൊള്ളില്ലാത്ത വെള്ളം ഇതിലൂടെ വന്നിട്ടില്ല. നല്ല കണക്കുള്ള വെള്ളമായിരുന്നു. മണൽ വരും എന്ത് വേണേലും ചെയ്യാമായിരുന്നു. തുണി അലക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്ന വെള്ളമാണ്. ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച മുതൽ ഒരു രാത്രി ഒരു 8-9 മണിയാകുമ്പോഴത്തേനും അങ്ങ് കറുത്തിട്ട് ഭയങ്കര ഒരു മണമായിട്ട് വന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറേ വെള്ളം അങ്ങനെ വന്നു. അത് ഒരു മണിക്കൂർ, ഒരു 2 മണിക്കൂറോളം അങ്ങ് പോയി കഴിഞ്ഞിട്ടാണ് പയ്യെ വെള്ളം തെളിഞ്ഞു വന്നത്. അന്നേരം ഞാൻ ആദ്യം ഓർത്തിനി വല്ല സിമെന്റും കലക്കി റോഡ് പണിയുള്ളതാണ് അവിടെ നിന്ന് വെള്ളം അങ്ങനെ കലക്കി വണ്ടി വിടാൻ. എന്നാലും മണം ഉണ്ടാവില്ല. സിമെന്റിന്റെ ഇതല്ലേ ഉള്ളൂ. ഒരു കൊക്കോക്ക ചീഞ്ഞ മണത്താണ് ഇവിടെ മണം കിട്ടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ സൈഡിൽ കൂടി എല്ലാം ഇങ്ങനെ പായൽ പോലെ പിടിച്ചിരിക്കുക. അപ്പോൾ അത് തന്നെ ഇപ്പോൾ തോട്ടോട്ട് ഇറങ്ങാൻ പോലും ഞങ്ങൾക്ക് നിവൃത്തിയില്ലാത്ത ഒരവസ്ഥയായി. അതിനിപ്പോൾ ഇത് ജാതിക്കായും കൊക്കോക്കായും ഒന്നും പറക്കാൻ ഇറങ്ങാൻ പറ്റില്ല. കാരണം ഇവിടെ ചാടിയ ഈ വെള്ളത്തിൽ ചവിട്ടാൻ കൊള്ളാവൂല്ലോ എന്ന് അറിയാൻ പാടില്ലാത്തന്നെ അതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇത് എവിടെ നിന്ന് ഞാൻ മെമ്പറെ വിളിച്ചു പറഞ്ഞപ്പോൾ മെമ്പർ പറഞ്ഞു എവിടെ നിന്നാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് അതിനൊരു ആക്ഷൻ എടുക്കാമെന്ന് അന്വേഷിച്ചിട്ട് വെച്ചു. ഞങ്ങൾ അറിയാൻ പാത്രങ്ങളൊക്കെ നോക്കിയിട്ടൊന്നും പലരോടും ചോദിച്ചു. അപ്പോൾ ആർക്കൊന്നും മനസ്സിലാവണില്ല. ഇത് 8 ഏക്കറിൽ നിന്ന് മുതലുള്ള വെള്ളം വരുന്നുണ്ട്.
പകൽ തോട്ടിലെ വെള്ളം തെളിഞ്ഞ് ഒഴുകുന്നുവെങ്കിലും വെള്ളത്തിൽ പലയിടത്തും മാലിന്യം പോലുള്ള വസ്തുക്കൾ അടിഞ്ഞുകിടക്കുന്നതായും പരാതിയുണ്ട്. എവിടെ നിന്നാണ് ഇത്തരത്തിൽ വെള്ളത്തിൽ മാലിന്യം കലരുന്നതെന്ന് കണ്ടെത്തണമെന്നാണ് സമീപവാസികളുടെ ആവശ്യം. കാമാക്ഷി നീലിവയലിൽ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ കിണറ്റിൽ കാട്ടുപന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തി. നീലിവയൽ സ്വദേശി കുളമ്പള്ളിയിൽ ജോസിന്റെ പുരയിടത്തിലെ കിണറ്റിലാണ് കാട്ടുപന്നിയുടെ ജഡം കണ്ടെത്തിയത്. അതേസമയം സംഭവം വനംവകുപ്പ് അധികൃതരെ അറിയിച്ചിട്ടും നടപടി സ്വീകരിച്ചില്ലെന്നാണ് പരാതി. കാമാക്ഷി പഞ്ചായത്തിലെ 2ാം വാർഡിൽപ്പെടുന്ന നീലിവയലിലാണ് കാട്ടുപന്നിയെ കിണറ്റിൽ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ജംഗ്ഷനിൽ ചായക്കട നടത്തുന്ന കുളമ്പള്ളിയിൽ ജോസിന്റെ പുരയിടത്തിലെ കിണറ്റിലാണ് കാട്ടുപന്നിയുടെ ജഡം കണ്ടെത്തിയത്. ദുർഗന്ധം വമിച്ചതോടെ നടത്തിയ പരിശോധനയിലാണ് കാട്ടുപന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തിയതെന്ന് ജോസ് പറഞ്ഞു. ഞാൻ ഇവിടെ ഈ ഒരു മാടക്കട കൊണ്ട് ഇച്ചിരി ചായയൊക്കെ അടിച്ചു കൊടുത്താണ് നമ്മളിവിടെ ജീവിക്കുന്നത്. നമ്മൾ ഈ താഴെ നമ്മുടെ പറമ്പിൽ തന്നെ നമുക്കൊരു കിണറുള്ള ആ കിണറ്റിൽ നിന്നായിരുന്നു നമ്മൾ വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ദൈവാനുഗ്രഹം കൊണ്ട് 1 മാസം മുമ്പ് ഈ മോട്ടർ കേടായത് കാരണം നമ്മുടെ അയലോക്കത്ത് നിന്ന് വെള്ളം കൊടുത്താണ് നമ്മളിപ്പോൾ കാര്യങ്ങൾ നടത്തുന്നത്. ഇപ്പം ഇവിടെ ഒരു സ്മെല്ല് വന്നുകൊണ്ടാണ് ഞങ്ങൾ താഴെ ചെന്ന് കിണറ്റിൽ ചെന്ന് നോക്കി. ഇച്ചിരി ഇറക്കമായതുകൊണ്ട് ഒന്നും പോയി നോക്കുന്നില്ല. താഴെ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്തൊരു കാട്ടുപന്നി ചത്ത് മലച്ച് കിടക്കുക. അത് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം കാട്ടുപന്നിയുടെ ഭയങ്കര ശല്യമാണ് നമുക്കിവിടെ. ഒരു കൃഷിയോ സംവിധാനങ്ങളോ ഒന്നും ഇവിടെ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ ഇതൊന്നും പറ്റാത്തൊരു സാഹചര്യമാണ്. ഉടൻ തന്നെ ഗ്രാമപഞ്ചായത്ത് അംഗത്തെ വിവരമറിയിക്കുകയും തുടർന്ന് വനംവകുപ്പ് അധികൃതരെത്തി കാട്ടുപന്നിയുടെ ചിത്രങ്ങളെടുത്ത് മടങ്ങുകയും ചെയ്തു. എന്നാൽ പന്നിയുടെ ജഡം കിണറ്റിൽ നിന്ന് നീക്കം ചെയ്യാൻ വനംവകുപ്പ് അധികൃതർ നടപടി സ്വീകരിച്ചില്ലെന്നും പരാതിയുണ്ട്. കുളമ്പള്ളി ജോസേട്ടൻ എന്ന ഒരു ചായക്കടക്കാരൻ്റെ കിണറ്റിൽ ഒരു കാട്ടുപന്നി വന്ന് വീണ് ചത്ത് കിടക്കുകയാണ്. പുള്ളിയുടെ കുടിവെള്ളമാണത്. ഇവിടെ ആ ചായക്കടയിലിരുന്ന് ചായ കുടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇന്നുള്ളത്. അതുപോലെ ഭയങ്കര മണമാണ് അവിടുന്ന് ആ കിണറ്റിൽ നിന്നും ഇങ്ങോട്ട് അടിക്കുന്നത്. അതുകൊണ്ട് ഈ കാട്ടുപന്നികളെ പിടിക്കാനുള്ള മാർഗങ്ങൾ എന്തെങ്കിലും സ്വീകരിക്കണം. എങ്കിൽ മാത്രമേ ഇവിടെ കർഷകന് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. കാട്ടുപന്നികൾ നാട്ടിലിറങ്ങി കൃഷി നശിപ്പിക്കുന്നത് മേഖലയിൽ പതിവായിരിക്കുകയാണ്. അടിമാലി കുമളി ദേശീയപാതയിൽ കത്തിപ്പാറയ്ക്ക് സമീപം ഇറക്കത്തോടു കൂടിയ കൊടുംവളവ് അപകട ഭീതി ഉയർത്തുന്നു. പാതയുടെ ഫില്ലിംഗ് സൈഡ് കുത്തനെയുള്ള ചെരിവാണ്. ഇവിടെ നിന്നിരുന്ന മരങ്ങളും മറ്റും കൃഷി ആവശ്യത്തിനായി നാളുകൾക്ക് മുമ്പ് മുറിച്ചു മാറ്റിയിരുന്നു. ഇതോടെയാണ് ഇവിടെ പതിയിരിക്കുന്ന അപകടക്കണി കൂടുതൽ വെളിവായത്. ഈ ഭാഗത്ത് സുരക്ഷാ വേലി സ്ഥാപിക്കണമെന്നാണ് ആവശ്യം. അടിമാലി കുമളി ദേശീയപാതയിൽ കത്തിപ്പാറയ്ക്ക് സമീപമാണ് വലിയ അപകടക്കണി പതിയിരിക്കുന്നത്. കൊടുംവളവും ഇറക്കവും നിറഞ്ഞ ഭാഗമാണിവിടം. കൂടാതെ പാതയുടെ ഫില്ലിംഗ് സൈഡ് കുത്തനെയുള്ള ചെരിവാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ വാഹനം ഇവിടെ അപകടത്തിൽപ്പെട്ടാൽ പതിക്കുക വലിയ കൊക്കയിലേക്കാകും. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇവിടെ കാർ താഴ്ചയിലേക്ക് പതിച്ചിരുന്നു. അടിമാലി ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാർ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മുമ്പും ഈ ഭാഗത്ത് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇവിടെ സുരക്ഷാവേലി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വളരെ അഗാധമായ ഒരു ഇറക്കം അവിടെയുണ്ട്. അവിടെ ക്രാഷ് ഗാർഡോ അതുപോലെയുള്ള സുരക്ഷാ സംവിധാനങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. ഇന്നലെ രാത്രിയിലും ഒരു വണ്ടി അവിടെ വളരെ താഴേക്ക് പതിച്ച സ്ഥിതിയുണ്ട്. ആളപായം ഉണ്ടായില്ല എന്നത് മാത്രമാണ് ഒരു ഭാഗ്യം എന്ന് കരുതേണ്ടതുള്ളൂ. പക്ഷേ അവിടെ വളരെ പെട്ടെന്ന് എന്തെങ്കിലും സുരക്ഷാ സംവിധാനം ഒരുക്കാൻ അധികാരികൾ ശ്രമിക്കണം, അല്ലെങ്കിൽ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം തുടർക്കഥയായി മാറുന്ന അവസ്ഥയും ആളപായം ഉണ്ടാകുന്ന അവസ്ഥയും ഉണ്ട്. BM and BC നിലവാരത്തിൽ ടാറിംഗ് ജോലികൾ നടന്നിട്ടുള്ളതിനാൽ വലിയ വേഗത്തിലാണ് ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകുന്നത്. എന്നാൽ പാതയ്ക്കിവിടെ വേണ്ടത്ര വീതിയില്ലാത്തതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇവിടെ നിന്നിരുന്ന മരങ്ങളും മറ്റു കൃഷി ആവശ്യത്തിനായി നാളുകൾക്ക് മുമ്പ് മുറിച്ചു മാറ്റിയിരുന്നു. ഇതോടെയാണ് ഇവിടെ പതിയിരിക്കുന്ന അപകടക്കണി കൂടുതൽ വെളിവായത്. വാഹനം ഏതെങ്കിലും സാഹചര്യത്തിൽ ഇവിടെ നിന്നും താഴേക്ക് പതിച്ചാൽ അത് വലിയ ദുരന്തത്തിന് ഇടവരുത്തും. ഈ അപകട സാധ്യത അടിയന്തരമായി ഒഴിവാക്കണമെന്നാണ് ആവശ്യം. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിലെ ഇടിഞ്ഞമല മണിക്കട കുടിവെള്ള പദ്ധതിയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. കാലപ്പഴക്കത്താൽ തകരാറിലായിരുന്ന മോട്ടോറും ടാങ്കും പൈപ്പുകളുമാണ് പുതുതായി സ്ഥാപിച്ചത്. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലാലച്ചൻ വെള്ളക്കട നവീകരിച്ച പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് 30 വർഷം മുമ്പ് നിർമ്മിച്ചു നൽകിയ കുളവും അതിനോടനുബന്ധിച്ചുള്ള മോട്ടോറുമായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. കാലപ്പഴക്കത്താൽ മോട്ടോറുകൾ തകരാറിലാകുകയും പൈപ്പുകൾ പൊട്ടി ജലം പാഴാകുകയും ചെയ്തു. ഈ കാര്യങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് 10 ലക്ഷം രൂപ ഈ പദ്ധതിയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി അനുവദിക്കുകയും ചെയ്തു. ഈ തുക ഉപയോഗിച്ച് 3 ഫേസ് ലൈൻ വലിച്ച് പുതിയ മോട്ടോർ സ്ഥാപിച്ചു. ജലം സംഭരിക്കാനുള്ള ടാങ്കുകൾ നവീകരിക്കുകയും പഴയ പൈപ്പുകൾ മാറ്റി HD പൈപ്പുകൾ ഉപയോഗിച്ച് വീടുകളിലേക്ക് ജലം എത്തിക്കുകയും ചെയ്തു. 40ഓളം കുടുംബങ്ങളാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായിട്ടുള്ളത്. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം രജനി സജി മോട്ടോർ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു.
ഇടിഞ്ഞമല കൈപ്പയിൽ സോയിയുടെ ഭവനത്തിൽ ചേർന്ന യോഗം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലാലച്ചൻ വെള്ളക്കട ഉദ്ഘാടനം ചെയ്തു. സൂചിപ്പിക്കാനായിട്ടുള്ള നമ്മുടെ ഈ കുടിവെള്ള പദ്ധതികളെല്ലാം ചെയ്യുമ്പോൾ ഇവിടെ സതീശൻ പറഞ്ഞ പോലെ വളരെയേറെ സമയമെടുത്തു. അതിൻ്റെ പുറകെ നിൽക്കുക എന്ന് പറഞ്ഞാൽ കുടിവെള്ള പദ്ധതികൾ ശരിക്കും പറഞ്ഞാൽ പൈസ വെച്ച് അത് പൂർത്തീകരിച്ചെടുക്കാനായിട്ട് വളരെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് തന്നെയാണെങ്കിലും 3ആയിട്ടാണ് ടെൻഡർ പോലെ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ KSE പൈസ അടയ്ക്കുന്ന ഒരു ഡയറക്റ്റ് അവിടെ നിന്ന് ചെയ്യുന്നു. രണ്ടാമത് ഇത് ടാങ്ക് അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ വേറൊരു ടെൻഡർ ചെയ്യുന്നു. പിന്നെ ഇലക്ട്രിക് വർക്കുകൾ എന്ന് പറഞ്ഞാൽ അവിടെ പമ്പ മോട്ടർ അനുബന്ധ സംവിധാനങ്ങൾ ഇതിൻ്റെ വേറൊരു വർക്കായി ടെൻഡർ ചെയ്യും. പദ്ധതിക്കായി 3 സെന്റ് സ്ഥലം പഞ്ചായത്തിന് വിട്ടു നൽകിയ വാളിയേക്കൽ ബാബുവിനെ യോഗത്തിൽ ആദരിച്ചു. പദ്ധതിയുടെ പ്രസിഡന്റ് സതീഷ് പന്തക്കൽ യോഗത്തിന് അധ്യക്ഷനായി. സെക്രട്ടറി ടോണി ടോജി, കോൺഗ്രസ് ഇരട്ടയാർ വാർഡ് പ്രസിഡന്റ് സജീവൻ പറമ്പിൽ, സുരേഷ് പന്തക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഉപ്പുതറ ചവറ സ്പെഷ്യൽ സ്കൂളിൽ ഈ അധ്യയന വർഷത്തേക്കുള്ള കുട്ടികളുടെ പ്രവേശനോത്സവം നടന്നു. മേരികുളം സെന്റ് ജോർജ് ഇടവക വികാരി ഫാദർ വർഗീസ് കുളമ്പള്ളിൽ ഉദ്ഘാടനം ചെയ്തു. പഠിച്ചു വളരാൻ കളിച്ചു വളരാമെന്ന സന്ദേശമുയർത്തിയാണ് ഉപ്പുതറ ചാവറഗിരി സ്പെഷ്യൽ CMA സ്കൂളിൽ അധ്യയന വർഷത്തേക്കുള്ള വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം നടത്തിയത്. പ്രവേശനോത്സവത്തിലെത്തിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രത്യേക ഉപകാരങ്ങൾ നൽകി. മേരികുളം സെന്റ് ജോർജ് ഇടവക വികാരി ഫാദർ വർഗീസ് കുളമ്പള്ളിൽ ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും ഓരോ സ്കൂൾ വർഷവും ആരംഭിക്കുന്നത് വളരെയേറെ പ്രതീക്ഷകളോടെയും പ്രതിജ്ഞകളോടും കൂടിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സ്കൂളുകളിലേക്ക് അയക്കുമ്പോൾ നമ്മൾക്കേറെ പ്രതീക്ഷയുണ്ട്, ഒത്തിരി സ്വപ്നങ്ങളുണ്ട്, ഒത്തിരി ആഗ്രഹമുണ്ട്. അങ്ങനെ നിറഞ്ഞ മനസ്സോടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സ്കൂളിലേക്ക് അയക്കുന്നത്. തീർച്ചയായിട്ടും ഈ സ്കൂളിലും അതേ വികാരവായ്പോടെ, പ്രതീക്ഷകളോടെ, ആഗ്രഹത്തോടെ, ലക്ഷ്യത്തോടെയൊക്കെ ആണ് നമ്മുടെ കുട്ടികളെ നമ്മൾ ഇങ്ങോട്ട് അയക്കുന്നതും അവരിവിടെ വരുന്നതും ഇവിടെ ആയിരിക്കുന്നതും. അവരുടെ പാഠ്യേതര പരിപാടികളെല്ലാം, ട്രെയിനിങ് പ്രോഗ്രാമുകളെല്ലാം നടത്തപ്പെടുന്നതും അത്തരത്തിലാണ്. ഹെഡ് മാസ്റ്റർ ഫാദർ പ്രിൻസ് ജോയ്, ഫെഡറൽ ബാങ്ക് മാനേജർ നിതിൻ ജോയ്, എക്സിക്യൂട്ടീവ് മെമ്പർ മിനി രാജു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. സന്യസ്ത ജീവിതവും നിസ്വാർത്ഥ ആതുര സേവനവും ജീവിതചര്യയാക്കിയ കുളമാവിൻ്റെ സ്വന്തം ഡോക്ടർ അമ്മയുടെ പ്രവർത്തനങ്ങൾ ഏറെ വ്യത്യസ്തമാണ്. 4.5 പതിറ്റാണ്ടിനിടയിൽ ആയിരങ്ങൾക്ക് ചികിത്സയും തൊഴിൽ പരിശീലനവും നൽകിയതിനൊപ്പം പാവങ്ങൾക്കായി ശുചിമുറികളുടെയും വീടിൻ്റെയും നിർമ്മാണം, ആദിവാസി മേഖലകളിലെ പ്രവർത്തനം തുടങ്ങി സിസ്റ്ററായ ഡോക്ടർ മേരിയുടെ സേവനങ്ങൾ അനവധിയുണ്ട്. ഇടുക്കിയിലെ അവികസിത ഗ്രാമമായിരുന്ന കുളമാവിന്റെ ചരിത്രത്തിനൊപ്പം പ്രാധാന്യമുള്ളതാണ് ആ നാടിന്റെ സ്വന്തം ഡോക്ടർ അമ്മയുടെ ജീവിത കഥയും. കുളമാവുകാർ അനുഭവിച്ച ദാരിദ്ര്യവും ഇല്ലായ്മയും നിറഞ്ഞ പതിറ്റാണ്ടുകൾക്ക് മുന്നിലെ പിന്നോക്കാവസ്ഥയുടെ നേർചിത്രങ്ങളിലൂടെയാണ് ആ കഥ തുടങ്ങുന്നത്. പിന്നീട് ഇങ്ങോട്ടുള്ള ഓരോ വളർച്ചയിലും ഡോക്ടർ അമ്മയുടെ കയ്യൊപ്പുമുണ്ട്. സന്യാസിനിയായി ജർമ്മനിയിലെത്തി മെഡിസിൻ പഠനം പൂർത്തിയാക്കി 1979 ജോസഫൈൻ എന്ന സിസ്റ്റർ ഡോക്ടർ മേരി കുളമാവ് SH കോൺവെന്റിൽ എത്തുന്നത്. മഠത്തിനോട് ചേർന്ന് സ്ഥാപിച്ച സെന്റ് ജോസഫ് ഡിസ്പെൻസറിയിലൂടെ ഡോക്ടറുടെ സൗജന്യ സേവനം ആയിരങ്ങളിലേക്ക് എത്തി. സിസ്റ്റർ തുടങ്ങിയ സോഷ്യൽ സെന്റർ എന്ന സ്ഥാപനത്തിലൂടെ 100 കണക്കിന് പെൺകുട്ടികൾ തയ്യൽ പഠിച്ച സ്വയം തൊഴിൽ കണ്ടെത്തുകയും സംരംഭകരാകുകയും ചെയ്തു. പ്രദേശത്തെ നിരവധി ആളുകൾക്കായി വീടുകളും ശുചിമുറികളും നിർമ്മിച്ചു. ഗോത്ര സമൂഹത്തിനായും സിസ്റ്റർ ഒട്ടനവധി സേവനങ്ങൾ നൽകി. ഒരു മനുഷ്യായുസ് മുഴുവൻ തങ്ങൾക്കായി മാറ്റിവെച്ച ഡോക്ടറെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ ഡോക്ടറമ്മ കുളമാവിനോട് യാത്ര പറയുന്നതിന്റെ സങ്കടവും നാട്ടുകാരിലുണ്ട്. പണം ആയിരുന്നില്ല ചികിത്സയുടെ അടിസ്ഥാനം. പണം ഉള്ളവർക്ക്, പണം ഇല്ലാത്തവർക്ക് എല്ലാവർക്കും ചികിത്സ ഡോക്ടർ കൊടുത്തു. പണമില്ലാതെ വന്ന ആളുകൾക്ക് ചികിത്സയോടൊപ്പം മറ്റു ഇടങ്ങളിൽ ചികിത്സ തേടി പോകാനുള്ള സാമ്പത്തിക സഹായവും ഡോക്ടർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സാമൂഹിക പ്രവർത്തനങ്ങൾ, തൊഴിലില്ലായ്മ മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെ നിരവധിയായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ആ നാടിനു വേണ്ടി ചെയ്ത് ഒരു ജനപ്രതിനിധിക്ക്, ഒരു ഭരണ സംവിധാനത്തിന്, ഒരു ഗ്രാമത്തിന് ചെയ്യാൻ കഴിയുന്നതിലപ്പുറം സേവനങ്ങൾ ചെയ്ത ഒരു മഹത് വ്യക്തിയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡോക്ടർ മേരി കളപ്പുര. ദൈവമേൽപ്പിച്ച കർത്തവ്യം തന്നാലാവും വിധം നിർവഹിച്ചുവെന്ന ചാരിതാർത്ഥ്യത്തോടെയാണ് കുളമാവിനോട് യാത്ര പറയുന്നതെന്ന് 85-കാരിയായ സിസ്റ്റർ ഡോക്ടർ മേരി പറയുന്നു. ഗൈനക്കോളജിയിലെ സ്പെഷ്യലൈസേഷൻ എടുത്തതിന് ശേഷം മൂലമറ്റത്ത് വന്നാണ് ജോലി ആരംഭിക്കുന്നത്.
ഞാനാണ് മൂലമറ്റത്തെ ബിഷപ്പ് വയലിലെ ആദ്യത്തെ ഡോക്ടർ എന്ന് പറയുന്നതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. ഈ മൂലമറ്റത്ത് നിന്നുകൊണ്ട് തന്നെയാണ് കുളമാവ് എന്ന സ്ഥലം കണ്ടുപിടിക്കുകയും ആഴ്ചയിൽ ഒരു ദിവസം അവിടെ പോയി അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ ഇടയിൽ ജോലി ചെയ്യുന്നതിന് ആരംഭിക്കുകയും ചെയ്തത്. അന്ന് കുളമാവിലെ ജനങ്ങൾക്ക് ആരോഗ്യപരമായ കാര്യത്തിൽ വളരെയധികം അത്യാവശ്യമായിരുന്നു. അവർക്ക് എവിടെയെങ്കിലും പോയി അല്പം മരുന്ന് വാങ്ങണമെങ്കിൽ ദൂരെ യാത്ര ചെയ്യണമായിരുന്നു. അന്ന് ബസ് സൗകര്യങ്ങളൊന്നുമില്ല, പോകുന്നതിനുള്ള വഴികളൊന്നുമില്ല. ഇങ്ങനെ കഷ്ടപ്പെടുന്ന അവസരത്തിൽ അവർക്ക് ഒരു ചെറിയ മരുന്നാണെങ്കിലും കൊടുക്കുക എന്നുള്ളത് അവരൊരു വലിയ മരുന്ന് കിട്ടുന്നതിനുള്ള സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയും അതനുസരിച്ച് അവർക്ക് അവരുടെ രോഗശാന്തി ലഭിക്കുകയും ചെയ്തതിൽ എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. വിശ്രമ ജീവിതത്തിനായി മൂലമറ്റത്തെ മഠത്തിലേക്ക് എത്തുന്ന ഡോക്ടർ അമ്മയ്ക്ക് മികച്ച ആദരവാണ് ജനങ്ങൾ നൽകിയത്. കുളമാവിന്റെ ചരിത്രവും ജീവിതവും രേഖപ്പെടുത്തിയ നിരവധി പുസ്തകങ്ങളും സിസ്റ്റർ രചിച്ചിട്ടുണ്ട്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ശാന്തൻപാറ കാർഡമം പ്ലാന്റേഴ്സ് അസോസിയേഷൻ ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 49, വിൽപ്പനയ്ക്ക് വന്നത് 10,326, വിൽപ്പന നടന്നത് 7,877, കൂടിയ വില 2,698, ശരാശരി വില 2,251. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 660 രൂപ, ഏലം കൂടിയ വില 2,350, ഏലം ശരാശരി വില 2,000. കാപ്പിപ്പരിപ്പ് 410, ഗ്രാമ്പു 780, കൊക്കോ 80, റബ്ബർ 185. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 9,020 രൂപ, വെള്ളി 119. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ദിവസങ്ങൾക്ക് ശേഷം കാലവർഷം വീണ്ടും കനത്തതോടെ കല്ലാർകുട്ടി പാമ്പള അണക്കെട്ടുകൾ തുറന്നു. കല്ലാർകുട്ടി അണക്കെട്ടിന്റെ 5 ഷട്ടറുകളും തുറന്ന് വെള്ളം പുറത്തേക്കൊഴുക്കുന്നു. പെരിയാറിന്റെയും മുതിരപ്പുഴയുടെയും തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം. മാനദണ്ഡങ്ങൾ ലംഘിച്ച കാഞ്ചിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ജൂനിയർ ഡോക്ടറെ മെഡിക്കൽ ഓഫീസറാക്കാൻ ഉത്തരവ്. ജൂനിയർ ഡോക്ടറിന് ചുമതല കൈമാറിയത് മറ്റ് ആശുപത്രികളിൽ മെഡിക്കൽ ഓഫീസറായി പ്രവർത്തിച്ച് പരിചയമുള്ള സീനിയർ ഡോക്ടർ ഈ ആശുപത്രിയിൽ ഉള്ളപ്പോൾ. ഇതിൽ പ്രതിഷേധിച്ച് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി രംഗത്ത് വന്നതിനൊപ്പം പ്രമേയവും പാസാക്കി. ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിനെതിരെയുള്ള കോൺഗ്രസിന്റെ അഴിമതി ആരോപണം അടിസ്ഥാനരഹിതമെന്ന് ഭരണസമിതി. പഞ്ചായത്ത് സെക്രട്ടറിയുടെ ചുമതലയുള്ള അസിസ്റ്റന്റ് സെക്രട്ടറി വ്യാപകമായി ക്രമക്കേടും അഴിമതിയും ഭരണസമിതി അറിയാതെ നടത്തിയിരുന്നു. ഇത് കണ്ടെത്തിയതോടെ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് പഞ്ചായത്തിന്റെ ലെറ്റർ പാഡിൽ പരാതി നൽകിയതായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. കാഞ്ചിയാർ മുരിക്കാട്ടുകുടി തുളസിപ്പടി മേഖലയിലെ വനാതിർത്തിയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി കാട്ടാനക്കൂട്ടം. നിരവധി കർഷകരുടെ കൃഷിയിടങ്ങളിൽ എത്തിയ ആനക്കൂട്ടം വരുത്തിയത് വ്യാപക കൃഷിനാശം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാകുന്നു. നമസ്കാരം.